വി കുഞ്ഞികൃഷ്ണന്റെ പയ്യന്നൂരിലെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അണികൾ നൽകിയ താക്കീതായി വേണം കരുതാൻ. യഥാർത്ഥത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ പാർട്ടി പരാജയപ്പെടാൻ കാരണമായത് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവർത്തന ശൈലിയോ ആണ്. ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIM-ന്റെ അജയ്യമായ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂരിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭയിലും കരിവള്ളൂർ, പെരളം, കാങ്കോലാലപ്പടമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഇടതു കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി എന്ന് വേണം കരുതാൻ. മുൻകാലങ്ങളിൽ LDF-ന് 80% മുകളിൽ വോട്ട് ലഭിച്ചിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് ഒഴുകി. ഇത് പാർട്ടി മെമ്പർമാരുടെയും അനുഭാവികളുടെയും നിശബ്ദമായ പ്രതിഷേധത്തിന്റെ തെളിവായി കാണപ്പെടുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ ഈ വിജയത്തിന്റെ പിന്നിലെ പ്രധാന ഘടകം CPIM അണികൾക്കിടയിലുണ്ടായ നിശബ്ദ പ്രതിഷേധമാണ്. വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തി പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾക്ക് സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. പരസ്യമായ പ്രതിഷേധങ്ങൾ ഒഴിവാക്കി വോട്ടിങ്ങിലൂടെ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്ന തന്ത്രമാണ് സാധാരണ പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതോടൊപ്പം മണ്ഡലത്തിലെ, പ്രത്യേകിച്ച് പയ്യന്നൂർ നഗരത്തിലെ നിലവിലെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വോട്ടർമാരും തൃപ്തരല്ല എന്ന് വേണം കണക്കാക്കാൻ. കൃത്യമായ നിലപാടുകളുള്ള നേതാക്കളെ അച്ചടക്കത്തിന്റെ പേരിൽ പാർട്ടി തഴയുന്നു എന്ന തോന്നൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. പാർട്ടി നയങ്ങൾ തിരുത്തപ്പെടണമെന്ന ആഗ്രഹമുള്ള ഒരു വിഭാഗം CPIM വോട്ടുകൾ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി മാറി. പയ്യന്നൂരിലെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അണികൾ നൽകിയ താക്കീതായി വേണം കരുതാൻ. UDF-ന്റെ തന്ത്രപരമായ പിന്തുണയും വി കുഞ്ഞികൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും ഒത്തുചേർന്നപ്പോൾ തകർക്കാനാവാത്തതെന്ന് കരുതിയ ചുവപ്പുകോട്ടയിൽ മാറ്റത്തിന്റെ പുതിയ ചരിത്രം കുറിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവർത്തന ശൈലിയോ ആണ്. വിജയിച്ചതാകട്ടെ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന, എന്നാൽ നേതൃത്വത്തിലെ പാളിച്ചകളെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗവും. അതുകൊണ്ട് തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ വിജയം ഇടതുപക്ഷത്തിന്റെ വിജയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക വഴി അണികൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല എന്നതാണത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.